ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും കേക്കും എല്ലാം ഉണ്ടാക്കി കാണുമെന്നും വിശ്വസിക്കുന്നു. ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതുപോലെ ഡ്യൂട്ടി ആയിപ്പോയി, എന്നിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. ഒരു കേക്ക് ഉണ്ടാകാമല്ലോ എന്ന് കരുതിയാണ്. ഇപ്പം മണി 9 മണി കഴിഞ്ഞു, 9 മണി 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് 8:30 കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടെല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് സാൻഡയുടെ എല്ലാം മേടിക്കണമായിരുന്നല്ലോ, അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പം കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. കാരണം കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ടൈമും പോകുമല്ലോ. അപ്പോൾ രാത്രി 12 മണി ആകുന്നതും നമുക്ക് ഈസി ആകുമല്ലോ എന്ന് ഓർത്തായിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതിനു മുൻപ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇച്ചിരി സങ്കടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ദൈവത്തെ ഓർക്കണമെങ്കിൽ ഇച്ചിരി സങ്കടങ്ങളും ഒക്കെ വേണം. നമുക്ക് സുഖം മാത്രം കൊടുത്താൽ ആരും ദൈവത്തെ ഓർക്കത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ദുഃഖം കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തെ അയ്യോ ദൈവമേ എന്ന് വിളിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും നല്ലത് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ. ക്രിസ്മസ് കഴിഞ്ഞു, എന്നാലും ക്രിസ്മസ് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ആശംസകൾ അറിയിക്കുന്നു. ഇപ്പം നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കിയെന്ന് വെച്ചേക്കാണ്. ഞാനിപ്പോൾ ഈ കപ്പിന് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദയും 1 സ്പൂണ്, വലിയൊരു സ്പൂണിന് 1 സ്പൂണ്, ഈ സ്പൂണിന് 1 സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. ഈ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ഡാർക്ക് കൊക്കോ പൗഡറാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ചെറിയ സ്പൂണിന് 1 സ്പൂണ് ബേക്കിംഗ് സോഡയെ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 പ്രാവശ്യം എടുത്തതാണ്. നല്ലതായിട്ട് നമ്മൾ അരിപ്പിക്കകത്ത് ഇടഞ്ഞെടുക്കണം. ഇതെല്ലാം എനിക്ക് ടൈം കുറവായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചത്. പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാരയാണ്. ഞാൻ 1.5 കപ്പ് പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര 1.5 കപ്പ് ഇതുകൊണ്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 1 കപ്പ് പൊടിച്ച് 1.25 കപ്പ് പൊടിച്ചാൽ പഞ്ചസാര പൊടിച്ചാൽ 1.5 കപ്പ് ആകുക. പിന്നെ മധുരമൊക്കെ ഇച്ചിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം, കുറവ് വേണമെന്നവർക്ക് ആ രീതിയിൽ എടുക്കാം. പിന്നെ വേണ്ടിയത് 4 മുട്ടയാണ്. ഞാനിവിടെ മുട്ട 4 എടുത്തിട്ടുണ്ട്. എല്ലാം വന്ന് നമ്മൾ ഏത് സാധനം എടുത്താലും അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുകൊണ്ട് മുട്ട ഇരുന്നത് ഞാൻ എടുക്കാതെ ഞാൻ വരുന്ന വഴിക്ക് മുട്ട മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു വാനില എസൻസും ബാക്കിയുള്ള ഫ്രിഡ്ജിലിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വെപ്പിച്ചായിരുന്നു. അതും കൂടെ കൊണ്ടൊരിച്ചിരി താമസിച്ചു പോയി. ബട്ടറൊക്കെ ഇരുന്ന ബട്ടർ എടുക്കാതെ ഞാൻ അൺസാൾട്ടഡ് ബട്ടർ ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന് അത് വെളിയിൽ വെച്ച് ഒന്ന് റൂം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. നന്ദിനിയുടെ ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാൻ ഒരു ബൗളിലോട്ട് ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാമേ. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ശകലം പോലും വെള്ളം കാണരുത്. വെള്ളമില്ലാതെ വേണം എടുക്കാൻ. കാലിലൊന്ന് ബട്ടറൊന്ന് റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് കുറേ നേരമായി ഞാൻ എടുത്ത് വെളിയിൽ വെച്ചപ്പോൾ. അത് കാരണം പെട്ടെന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യാവുള്ളൂ. എല്ലാം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതങ്ങ് തെറിക്കുവേ. അതുകൊണ്ടാണ്
ബാക്കി പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയും കൂടെ. എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചസാര പൊടിച്ചതിനകത്ത് നമുക്ക് ചൂടൊന്നും ഇരിക്കാൻ പാടില്ല. മിക്സിക്കകത്ത് ഇടുന്നതല്ലേ. അപ്പോൾ അത് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തണുക്കാൻ അനുവദിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഫ്ലഫി ആകുന്നിടം വരെ നമുക്ക് അടിച്ചെടുക്കണം. ഇത് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർക്കാമേ. ഇപ്പം ഞാൻ 4 മുട്ടയാണ് എടുക്കുന്നത്. നമുക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഫസ്റ്റ് 2 എണ്ണം ഒഴിച്ചു കൊടുക്കാമേ. അത് കഴിഞ്ഞ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ 2 എണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത 2 എണ്ണം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, പൊട്ടിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാമേ. അതും ചേർത്ത് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. നമ്മൾ ബട്ടർ ചേർത്താലും ഇതിനകത്തോട്ട് നമ്മൾ ഓയിലും ചേർക്കണം. ഞാൻ 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 30 സെക്കൻഡ്സ് അടിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ചേർത്തിട്ട് ഒത്തിരി നേരം ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്യും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതിന് മെയിനായിട്ട് ചേർക്കുന്നത് തൈര് അല്ലെങ്കിൽ നമ്മുടെ മോര്. ഇപ്പം ഞാൻ മോരാണ് ഇതിനൊഴിക്കുന്നത്. 1 കപ്പ് മോര് ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 25 ml അത്രേ ഉള്ളൂ, ചെറിയ ആ തവിക്കകത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളറൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ പിങ്ക് കളറാണ് ചേർക്കുന്നത്. എൻ്റെ ഇത് ജെൽ കളർ ആയതുകൊണ്ട് നല്ല കളർ കിട്ടുവേ. അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ റിവേഴ്സ് എടുക്കരുത്, ഒരേ സൈഡിലോട്ട് തന്നെ ചെയ്യാവുള്ളൂ. നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ, ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല കേക്കൊന്നും കിട്ടത്തില്ല. അതിലും നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത്.
അറിയാവുന്ന പോലൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികൾ കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഓവൻ സെറ്റപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹീറ്റാകാൻ വെച്ചിട്ടുണ്ട്, പ്രീ ഹീറ്റിന് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിലെല്ലാം തേച്ച് അതെല്ലാം ഹസ്ബൻഡാണ് ചെയ്തത്. സമയമായി എന്നോട് ചോദിച്ചെടി ആവശ്യമാണോ ഇപ്പം ചെയ്യുന്നത്, സമയമായില്ലേ എന്ന്. എനിക്കൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാൻ മനുഷ്യാന്ന് പറഞ്ഞു. നമ്മൾ ട്രേക്കകത്തോട്ട് ഒഴിക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് 1 സ്പൂൺ വിനീഗർ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളത് ഓവനകത്തോട്ട് വെക്കുന്നതിന് മുൻപാണ് ഒഴിക്കേണ്ടത്, അതിന് മുൻപ് ഒഴിക്കരുത്. നന്നായി ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, ഒത്തിരി ഇട്ടങ്ങ് നമ്മൾ കുത്തി അങ്ങ് ഇളക്കുക ഒന്നും ചെയ്യരുത്. സ്മൂത്തായിട്ട് വേണം ചെയ്യാൻ. നമുക്കിതിന് ഈ ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ട്രേയുടെ പകുതി ഭാഗം മാത്രമേ നമ്മുടെ ബാറ്ററി ഇരിക്കാവുള്ളൂ. നമ്മുടെ ട്രേ നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മുടെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. കരി കൊണ്ടും പേടിയാണ്. വെച്ച് കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം, കൈയൊക്കെ പൊള്ളാതെ ചെയ്യണം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് 40 to 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം നമ്മുടെ കേക്ക് എങ്ങനെ വന്നെന്ന്. കണ്ടോ, പാത്രത്തിനകത്ത് ഒട്ടിയിട്ടൊന്നുമില്ല. ഈ പേപ്പർ എടുത്തൊന്ന് മാറ്റി നോക്കാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ചൂടാണ് പക്ഷേങ്കിൽ ഇതാ നടുവൊന്നും പൊങ്ങിയിട്ടും ഒന്നുമില്ല. പക്ഷേങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരിച്ചിരി കളർ ഇതായിട്ടാണ് കാണുന്നത്. നല്ല റെഡാണ് കേക്ക് കേട്ടോ. കേക്ക് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. നമ്മുടെ കേക്ക് ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്ക് ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. നമുക്ക് മേളൊന്നും പൊങ്ങിയിട്ടും ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ക്രീം റെഡിയാക്കാമേ. ഇപ്പം ഞാൻ എൻ്റെ ബീറ്ററിൻ്റെ ഈ ബ്ലേഡെല്ലാം ഒന്ന് തണുക്കാനായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വെള്ളമൊന്നും കാണാൻ പാടില്ല. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും നമുക്ക്. എന്നിട്ട് ഇതൊന്ന് തുടച്ച് വെച്ച് ഇതിനകത്തോട്ട് നമുക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എനിക്ക് മധുരമുള്ള ക്രീം ആയ കാരണം നമുക്കതിന് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എടുക്കുന്നത് ഈ വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ലുലുമാളിയിൽ നിന്ന് മേടിക്കുന്നതാണ്. നമുക്ക് 1.5 കപ്പ് എടുക്കാവേ. ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്തുനിന്ന് ഡയറക്റ്റ് അങ്ങനെ അങ്ങ് എടുക്കരുത്. ഫ്രീസറിൽ നിന്ന് നമ്മൾ അങ്ങനെ അങ്ങ് ഡയറക്റ്റ് എടുക്കരുത്. ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ആ കട്ടിയെല്ലാം മാറ്റിയിട്ട് പിന്നെ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ
ക്രീം എല്ലാം ഞാനിവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൂക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ താഴെ വീഴരുത്, ആ രീതിയിൽ വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇതിനെ ഇവിടെ ഓഫ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. നമ്മളിതിനകത്തോട്ട് ചീസ് ചേർക്കണം. ചീസ് ക്രീം ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചീസ് ക്രീം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പിന്നെ പാല് പിരിച്ചെടുക്കണം. പാല് നല്ലതായിട്ട് തിളച്ചിട്ട് അതിനകത്തോട്ട് ലെമൺ ജ്യൂസോ ഇല്ലെന്നുണ്ടെങ്കിൽ വിനിഗറോ ഒഴിച്ചിട്ട് നമ്മളത് പാല് പിരിച്ചെടുക്കത്തില്ല, ആ രീതിയിൽ എടുക്കണം. എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ശകലം പഞ്ചസാര പൊടിച്ചതും ചേർത്ത് ഒരിച്ചിരി വിപ്പിംഗ് ക്രീം വാനില എസൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയേ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത്. അത് നമ്മുടെ ഈ ക്രീമിനകത്തോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഞാൻ വെക്കുന്നില്ല, കാരണം എനിക്ക് എല്ലാ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ വേഗം ചെയ്തെടുക്കും. നമ്മുടെ കേക്കെല്ലാം ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചാൽ അതെല്ലാം അങ്ങ് അടിയിലോട്ട് അങ്ങ് പോകുവേ. അത് കാരണം നമ്മൾ ഓരോന്നിനകത്തോട്ടും നമുക്ക് ഷുഗർ സിറപ്പ് ശരിക്കും ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാഞ്ഞത്. ഇപ്പം നമ്മൾ പിന്നെ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ കേക്കിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. അതിനു വേണ്ടിയും കൂടാണ്. അപ്പം നമ്മൾ വേറെ ഒരു കേക്ക് ബോഡിയിൽ വെച്ച് തന്നെ നമ്മൾ ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അടിയിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. ഇപ്പം ഇങ്ങനെ ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കേക്കിനകത്ത് തന്നെ അതങ്ങ് അബ്സോർവ് ആയിക്കോളും. നമ്മുടെ 3ാമത്തെ ലെയറിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ നമ്മുടെ കേക്ക് ബോർഡിൻ്റെ മേലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ അടിഭാഗം വേണം നമ്മൾ ഏറ്റവും അടിയിൽ വെക്കാനായിട്ട്. ഇവിടോട്ട് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ശകലം ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് വന്ന് നമുക്ക് മൂവ് ആകാതെ അവിടോട്ട് തന്നെ അങ്ങ് ഒട്ടിയിരുന്നോളും. അത് നമുക്കിപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയർ വന്ന് നമുക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കണം. ഓൾറെഡി ഞാനിതിന് സിറപ്പൊക്കെ ഒഴിച്ചതായിരുന്നു. ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. നമുക്കിതിനകത്തോട്ട് ഇനി നമ്മുടെ ക്രീം തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിന് വലിയ ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സമയപരിധിയാണ് ഫസ്റ്റ്. നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ തന്നെ നമ്മൾ മേളിൽ നിന്നൊരു ശകലം കട്ട് ചെയ്തെടുത്തായിരുന്നു.
അത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അത് നമ്മളൊന്ന് ഇത് മിക്സി ജാറിനകത്തിട്ട് പൾസ് മോഡിലിട്ടൊന്ന് പൊടിച്ചെടുക്കണമായിരുന്നു. ഞാനത് പൊടിച്ചെടുത്തതാണിത്. നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. കാരണം സമയമില്ലാത്ത കാരണം എനിക്കൊരു പിന്നെ ഡിസൈനൊന്നും ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. കേക്ക് ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡിസൈനൊന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ. 12 മണി ആയിട്ടുണ്ട് ഇപ്പോഴ്.